Hello everyone, welcome to another episode of 365 Days of English. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇംഗ്ലീഷ് കെയറിൻ്റെ സ്വന്തം സുധി പൊന്നാനി സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. So I extend a hearty welcome to you. Thank you very much. So how are you? I'm doing great, thank you. And you? Yeah, I'm also doing well. All right, for asking. All right. Okay, so അപ്പോൾ നമ്മുടെ ഈ 365 Days of English program ഇപ്പോൾ 10 days പിന്നിട്ടിരിക്കുകയാണ്. Yes. So how do you feel about that so far? So far, so good, and I'm getting a lot of response. We are getting a lot of response. Yes. So if you get to... Yes, correct. എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, and you are doing a great job actually. Yes. So I was watching from the beginning. I knew the first video that you made for English Care. അപ്പോൾ എൻ്റെ പേഴ്സണൽ സന്തോഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറേ ആളുകൾ ബേസിക് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറേ അതിനകത്ത് കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലാസ് വാച്ച് ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ വളരെ സന്തോഷം. അതോടൊപ്പം നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. You're my inspiration. Thank you. അപ്പോൾ നമുക്ക് ഒരുപാട് കോമൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് എനിക്കും പേഴ്സണലി കുറേ മെസ്സേജ് വരുന്നുണ്ട്. ലൈക്ക് എങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യാം, ലൈക്ക് എങ്ങനെ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ സാർ അതൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരുപാട് പേജുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, യൂട്യൂബിൽ നമുക്ക് ചാനലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. നമുക്ക് 3 ലെവൽ കോഴ്സ് ഉണ്ട്. ലെവൽ 1, 2, 3. ലെവൽ 1 എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ആളുകൾക്കാണ്. ലെവൽ 2 എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആണ്. വിച്ച് മീൻസ് നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം, പക്ഷേ സംസാരിക്കുമ്പോൾ തെറ്റുമ്പോഴൊരു പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ, വാക്കുകൾ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥകളുള്ളവർക്കാണ് നമ്മൾ ലെവൽ 2 പ്രൊവൈഡ് ചെയ്യുന്നത്. ലെവൽ 3 ഓഫ് കോഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംസാരിക്കാനുള്ള ക്വാളിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ ലെവൽ 3 കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കുറച്ച് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആ കൺഫ്യൂഷൻ അങ്ങനെ വരില്ല. ഓക്കെ സാർ. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേസിക് ലെസൺസ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ലൈക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇഡിയംസ് ഒക്കെ ആഡ് ചെയ്യുന്നതിനെ പറ്റി നല്ലതാണ്. ഇഡിയംസ് ഒക്കെ ആഡ് ചെയ്യുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേജുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇഡിയംസ് ഡെഫിനറ്റായിട്ടും നമുക്ക് നല്ല രൂപത്തിൽ നമ്മുടെ ലാംഗ്വേജിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാൻ കുറേ കൂടി ഒരു ഭംഗിയുള്ള അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അവിടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ പേഴ്സണൽ അഭിപ്രായം സത്യത്തിൽ ലാംഗ്വേജിൽ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഇഡിയംസ് ഒക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു ലെവൽ നമ്മൾ ഡെഫിനറ്റായിട്ട് എന്ത് ചെയ്തേക്കാം, ഒന്ന് അപ്പ് ചെയ്തേക്കാം, ഇൻക്രീസ് ചെയ്തേക്കാം. റൈറ്റ്? നല്ലൊരു കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇഡിയംസും കുറച്ച് വലിയ വൊക്കാബുലറീസൊക്കെ ആഡ് ചെയ്യുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ ആ ലെവലിലുള്ള ആളുകളായാൽ മാത്രമാണ് നമ്മൾ ഇഡിയംസൊക്കെ അപ്ലൈ ചെയ്താൽ അവർക്കത് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരാളോട് പറയണം, കൻ യു ജസ്റ്റ് മേക്ക് എ വീഡിയോ ഫോർ മീ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പെർഫോം ചെയ്തൊരു വീഡിയോ മേക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് പറയുകയാണ്, നോ സർ, ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഡു ഇറ്റ് ബിക്കോസ് when I think about video making, I just have a kind of a butterflies in my stomach എന്ന് പറയാം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്കാ, ദൈവമേ എന്തത് എല്ലാവരും ഞാൻ ചിന്തിക്കും. അപ്പോൾ ഇഡിയംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ലാംഗ്വേജിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, മനസ്സിലാവുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നത് മാത്രമല്ല, എൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുന്നെങ്കിൽ അത് പ്രോപ്പർ ആവില്ല. അപ്പോൾ നമുക്കെടുക്കാം, നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡ് നിങ്ങൾ അത് ചെയ്യുമോ, ഐ കൻ ഓൾസോ ഹെൽപ്പ് യു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഐഡിയംസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എവിടേക്കാണ് മെയിനായിട്ട് ഇപ്പം ഇൻ്റർവ്യൂസിന് നമുക്ക് ആവശ്യമാണ്, അതുപോലെ ഒഫീഷ്യൽ മീറ്റിംഗ്സിൽ ആവശ്യമാണ്. അതുപോലെ ഇംഗ്ലീഷ് അതിന് വേണ്ടിയാണ് ആൾക്കാർ ഇതിൽ വരുന്നത്. ലൈക്ക് അവർക്ക് ലൈക്ക് പുറത്ത് പഠിക്കേണ്ടവർ, വർക്ക് ചെയ്യേണ്ടവർ. അപ്പം ഇവർക്ക് വേണ്ടി ലൈക്ക് നമുക്ക് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ വേണ്ടി ലൈക്ക് ഇപ്പം സാർ സജസ്റ്റ് ചെയ്യുന്നൊരു വേ എന്നാണ് പെട്ടെന്ന് ലൈക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. ആക്ച്വലി ഈ പെട്ടെന്ന് പഠിക്കുക എന്നുള്ള ചോദ്യം തന്നെ എന്തല്ല ശരിയല്ല. പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ സാമ്പത്തികമില്ല, പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ നുണ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കയറി വന്നോളൂ, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ചെയ്താൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഈ പെട്ടെന്ന് പഠിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. ഇതൊരു ഭാഷയാണ്. അതിന് വ്യക്തമായ പദ്ധതിയോടുകൂടി വ്യക്തമായ നമ്മൾ സമയം ചെലവഴിച്ച് നല്ല ആവേശത്തോടു കൂടി അവസരങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച്
തെറ്റുകളാണെങ്കിൽ പോലും പറയാൻ ഇതൊരു കളക്റ്റീവായിട്ടൊരു എഫേർട്ട് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ചിലരുണ്ട് ലൈക്ക് തെറ്റ് വരുമ്പോൾ വിചാരിച്ച് പറയാണ്ടിരിക്കുന്നവരുണ്ട്. തെറ്റ് വരുന്നു വിചാരിച്ച് തെറ്റ് വരാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ നടത്തുന്ന കോൺവെർസേഷനിൽ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാം. നമ്മൾ ഈ ഇംഗ്ലീഷ് ഡിക്ഷണറി മുഴുവൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബ്രെയിനിൽ കയറ്റി വെച്ച് പറയുന്നവരൊന്നുമല്ല. നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്ന മലയാളത്തിൽ നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്നില്ലേ? മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ മിസ്റ്റേക്സ് സംഭവിക്കുന്നില്ലേ? അപ്പോൾ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് ആരും ഡെഫിനറ്റ് ചിന്തിക്കരുത്. എനിക്കേറ്റവും വിഷമകരമായി ഞാൻ തോന്നുന്നൊരു കാര്യം, പല ആളുകളും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇംഗ്ലീഷ് കെയറും പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യതയാണ്. അപ്പം പെട്ടെന്ന് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ന ടെക്നിക്കിലൂടെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ന മെത്തേഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി. ബിക്കോസ് യു നോ വാട്ട്, ലെറ്റ് മി ടെൽ യു വൺ തിങ് വെരി സ്ട്രൈറ്റ്. ഇപ്പോൾ ശ്രുതി എന്ന് പറയുന്ന ഒരു വ്യക്തി തൃശ്ശൂരിനാണ് വരുന്നത്. ശ്രുതിയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. എൻ്റെ വീട്ടിൽ വൈഫ്, 2 കുട്ടികൾ, അച്ഛൻ, അമ്മ, അനിയൻ, എൻ്റെ അയൽവാസികൾ. അവിടുത്തെ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. അപ്പം ഞാൻ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, 1 മണിക്കൂറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത് എവിടേക്കാണ്? എൻ്റെ സൗഹൃദ വലയങ്ങളിലേക്കാണ്. എന്നുവെച്ചാൽ ബാക്കി 23 മണിക്കൂർ എനിക്ക് അവിടെ സംസാരിക്കാൻ എന്തില്ല, അവസരങ്ങളില്ല. അപ്പം ഞാൻ സമയമെടുത്ത് ആ അവസരങ്ങൾ എവിടെയാണോ എനിക്ക് ലഭ്യമാവുക ആ അവസരങ്ങൾ തേടിപ്പിടിച്ച് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ 100% ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റുമെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. സീരിയസ്ലി ട്രസ്റ്റ് മീ, ഞാൻ വ്യക്തമായി പറയുന്നത് 100% ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാം, ഇംഗ്ലീഷ് കെയറിൽ സാറേ അപ്പോൾ ഈ പിള്ളേരൊക്കെ എന്തിനാ വരുന്നത്? ഞാൻ ഈ 100% ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ക്ലോസ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു 60 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ 60 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ ബാച്ചിലുള്ള നിങ്ങൾ ട്രെയിനറുമായിട്ടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എത്ര തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു 75%-ഓളമാണ് നമുക്ക് കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് 25 എവിടെയാണ് കിടക്കുന്നത്? നിങ്ങളുടെ സാഹചര്യത്തിലാണ്. നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണോ പഠിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഫ്ലുവൻസി നമുക്ക് എന്ത് ചെയ്യുക. നമുക്ക് ഇവിടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് നമുക്ക്. ഇൻട്രോ ഓപ്ഷൻ ഇൻ ദ സെൻസ് ട്രെയിനറോട് സംസാരിക്കുന്നു, ഗ്രൂപ്പിലുള്ളവർക്ക് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കെയർ അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്തത് ഇംഗ്ലീഷ് ക്ലബ്ബ്. ഞാനൊരു പരസ്യത്തിൻ്റെ പറയുന്നില്ല, കാരണം അവർക്ക് അത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റണം? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇതൊരു ഒരു ഭീകരമായ ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം. ഭീകരമായ മീൻസ് വളരെ നല്ല എഫേർട്ട് എടുത്ത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത്. ഇപ്പോൾ ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്തൊന്നും ഇത്രയധികം ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പഠിച്ചത് എങ്ങനെയാണ്? സമയമെടുത്ത് മിസ്റ്റേക്സുകൾ വരുത്തി എനിക്ക് പറ്റാവുന്ന മേഖലയിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ച് ഐ ലേൺ ദിസ് ലാംഗ്വേജ്, നൗ ഐ ആം ഏബിൾ ടു സ്പീക്ക്. അപ്പോൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണ്ട, ശ്രമിക്കേണ്ട. പഠിക്കാൻ പറ്റും, അതിൻ്റെ സമയമെടുക്കും. അതിനൊരു സമയമെടുത്ത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും എന്ത് അതിൻ്റെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സാമ്പാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, റൈറ്റ് അല്ലേ? നിങ്ങൾക്ക് സാമ്പാർ വയ്ക്കാനുള്ള സാമ്പാർ കഷ്ണമൊക്കെ കൊടുത്തിട്ടും കടയിൽ പോയി വാങ്ങാൻ പറ്റും. ആ കടയിൽ പോയിട്ട് വാങ്ങുക എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കതിന് വേണ്ട കാര്യങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല സാമ്പാറാവോ ചീത്ത സാമ്പാറാവോ എന്നത് ആരെയും മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ആ വയ്ക്കുന്ന ആൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറയാം, എങ്ങനെ പറയാനുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കെയർ പറയാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇത് നമ്മളാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളാണ് നിർണ്ണയിക്കുക ഇത് എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എത്ര സമയം എടുക്കും. ചിലപ്പം 1 മാസത്തിനുള്ളിൽ പഠിക്കാൻ പറ്റും, 2 മാസത്തിനുള്ളിൽ പഠിക്കാൻ പറ്റും, 3, 4, ഇത് 1 കൊല്ലം. റൈറ്റ്, ആ എഫേർട്ടാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വാഴ വെച്ചിട്ട് നാളെ കുലയ്ക്കണോ, അതിൽ ഇരട്ടപ്പഴമാണെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല, അല്ലേ? നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ കിളവുകളും ഒഴിച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, അതിന് ആട് കടിക്കുന്നുണ്ടോ നോക്കണ്ടേ, റൈറ്റ്? അതേപോലെ നമ്മൾ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായ പദ്ധതിയോട് കൂടി ഇത്ര സമയം എനിക്ക് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാൻ പറ്റും, ക്ലാസ് ഞാൻ ഇത്ര സമയം അറ്റൻഡ് ചെയ്യും, സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ഞാൻ ഇത്ര സമയം ചെയ്യും, എനിക്ക് സംസാരിക്കാൻ ഇന്ന സ്ഥലത്തൊന്നും അവസരങ്ങളില്ല, പക്ഷേ ഇന്ന സ്ഥലത്തൊക്കെ പോയാൽ എനിക്ക് അവസരങ്ങളുണ്ട്, ഇന്ന മേഖലയിലൂടെ പോയാൽ എനിക്ക് അവസരങ്ങൾ കിട്ടും. സോ നമ്മളത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എളുപ്പത്തിൽ പഠിക്കാനൊന്നും ശ്രമിക്കുന്നത്, സമയത്ത് പഠിക്കുന്നത് എന്തിനാ എളുപ്പത്തിൽ പഠിച്ചിട്ട്. TBL മെത്തേഡിനെ കൊണ്ട് ചൂസ് ചെയ്യാൻ സാറിന് എന്താ അതിൻ്റെ ഒരു മോട്ടീവ് എന്താണ്? അല്ല, ഞാൻ TBL മെത്തേഡ് എന്തുകൊണ്ട് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് കെയർ എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ പഠിച്ച രീതി തന്നെയാണ് ഏറ്റവും എളുപ്പമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
എളുപ്പം ഇൻ ദ സെൻസ് എഫക്റ്റീവ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ട് പഠിച്ച ഒരാളില്ല, സ്കൂളിൽ പോയിട്ട് പഠിച്ച ഒരാളൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സംസാരിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങളിലൂടെ മാത്രമാണ് ഇത് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് കുറേ ഞാൻ ഇപ്പോൾ കുറേ പരസ്യങ്ങൾ കാണുന്ന പോലെ എനിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്താ പറയുക, ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പഠിക്കുക, അല്ലെങ്കിൽ പാട്ടിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക, കോഡിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഞാൻ അവിടെ ഒന്നും ആ മെത്തേഡുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരാളും പറയും. ഞാൻ 3-4 സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും സംസാരിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കുക. ഞാൻ ഒരുപാട് സമയം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 95% വെൻ ഐ ടേക്ക് ക്ലാസ്സസ് ലൈക്ക് ഞാനത് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. അവർക്ക് കേൾക്കാനുള്ള അവസരം കൊടുക്കുക, അവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായത് ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് മീൻസ് സംസാരത്തിൽ അധിഷ്ഠിതമായിട്ട് പഠിക്കുമ്പോഴാണ് ഏതൊരു ഭാഷയും ഡെവലപ്പ് ആവാതെ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ശ്രുതിക്ക് തമിഴ് വായിക്കാനോ എഴുതാനോ അറിയില്ല അല്ലേ. പക്ഷേ ഒരാൾ തമിഴിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എപ്പടി ഇതുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പടി ഇതുക്ക് ചോദിച്ചാൽ സാർ എപ്പടി വേണമെങ്കിലും ഒതുക്കാം സാർ എന്ന് നമ്മൾ പറയില്ലേ. എപ്പടി ഇരിക്കുക സാർ ഫൈൻ നല്ല ഇരിക്കുക നമ്മൾ പറയും. അത് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്? ബിക്കോസ് അത് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് പറയാനൊക്കെ നമുക്കുള്ള നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കെയറിൽ ഞാൻ ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, സാർ അപ്പോൾ ഒന്നും അറിയാത്തവർ എങ്ങനെ വന്നിട്ടാണ് ഈ സംസാരിച്ച് തുടങ്ങാന്ന്. അത് നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് തിയറി ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈ തിയറി ക്ലാസ് വല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞൊരു പണിയാണ്. എന്തുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാതെ? ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകൾ വരുന്നില്ലേ, ഞാൻ കളിയാക്കി പറയില്ല. അവർക്ക് നല്ല നോളജ് ഉണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കത് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റി അവരത്ര അവെയർ ആയിരുന്നില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ why am I using talking based learning at English Care is a very simple question, because I learned speaking English by practicing, and I never gone to any spoken English classes to learn English, because I started speaking English when I was 22 and 23, because years ago, right, you know, ഒരു 10-15 വർഷം മുമ്പ്. എൻ്റെ വയസ്സിങ്ങനെ പറയാൻ നിൽക്കണ്ട. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ്. സ്പീക്കിങ്ങിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റിംഗ്, ലേണിംഗ്, അതിന് ലിസണിങ്, റീഡിങ് അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ്. റൈറ്റിങ്ങിനും റീഡിങ്ങിനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന ഒരാൾ നമ്മൾ വ്യക്തമായി ചോദിക്കുന്നത് എന്താണ് സാറിൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം, അല്ലെങ്കിൽ മാഡത്തിൻ്റെ പ്രോബ്ലം എന്താണ്? അവർ പറയുന്നത് എൻ്റെ ലാംഗ്വേജ്, എനിക്ക് എൻ്റെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ ഞാൻ പഠിച്ചത് കുറേ എഴുതിച്ചിരുന്ന കാര്യമില്ല, കുറേ വായിപ്പിച്ചിരുന്ന കാര്യമില്ല. എടോ, നിങ്ങൾ 10-15 വർഷമായിട്ട് സ്കൂളിൽ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്, എഴുതി തന്നെ വായിക്കുക തന്നെ. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ എഴുതി വായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുക? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറെ കണ്ടിട്ട് എൻ്റെ സ്ഥിരമായിട്ട് പനി വരുന്ന ഒരു ഡോക്ടറെ കണ്ട് മാറുന്നില്ല, നിങ്ങൾ എന്തിനാണ് വേറെ ഡോക്ടറെ കാണിക്കുന്നത്? എന്തിനാണ് ഡോക്ടറെ കാണിക്കുന്നത്? അത് എനിക്ക് അത് പോരാ, അങ്ങനെ പോയപ്പോൾ എനിക്ക് അസുഖം മാറുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ടല്ലേ. അപ്പോൾ ആ ഡോക്ടർ നിങ്ങളോട് പറയുകയാണ് ആ കുഴപ്പമില്ല, ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ ഡോക്ടർ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? ഇന്നതാണ് സാർ പ്രശ്നം, ഞാൻ ഇന്നെ മരുന്ന് കഴിച്ചു, ഇന്നെ ഡോക്ടറെ കണ്ടു സാർ, ഇതാണ് എൻ്റെ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റ് നോക്കൂലേ, ഇതാണ് കഴിച്ചില്ല. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നത് ഇതന്നെ ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയുടെ പനി മാറുക? അപ്പോൾ അവരെന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഒരു +2 കഴിഞ്ഞ ഒരാൾ, ഡിഗ്രി കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കയറി വന്നിട്ട് പറഞ്ഞു സാർ എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവണം, എന്നാൽ ബുക്കും പേപ്പർ എടുത്തോ, ഇറ്റ് വോണ്ട് വർക്ക്. ഞാനത് ഇതിൽ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ആക്ച്വലി അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇംഗ്ലീഷിലെ പ്രൊനൗൺസിയേഷനും ആക്സെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഏതൊരു ഭാഷയും പഠിക്കുന്നൊരു വ്യക്തി അതിലൊന്ന് നിന്ന് സ്വന്തമായി ഒന്ന് നിൽക്കാനും കുറച്ച് ദൂരമൊക്കെ ഒന്നിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പഠിച്ചതിൻ്റെ ശേഷം മതി എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ പ്രൊനൗൺസിയേഷനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഇങ്ങനെ ഇപ്പം മലയാളം സംസാരിക്കുന്ന നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ഞാനും നിങ്ങളും മലയാളം സംസാരിക്കുന്നത് നമ്മുടെ ആക്സെൻറ്റ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷവും നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. മലയാളം എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഷയാണ്, പക്ഷെ 14 ജില്ലക്കാരും 14 തരത്തിലാണ് സംസാരിക്കുന്നത്. കാരണം അവരുടെ സംസ്കാരം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം ഒക്കെ അതിനെന്താണ് വലിയ വലിയ ഗുണമാണ്. പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലയാളത്തിൽ നമ്മൾ നീ, ഇജി എന്നൊക്കെ പറയും, പക്ഷേ ഇംഗ്ലീഷിൽ ഭാഗ്യവശാൽ നമുക്ക് യു തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊന്ന് സെൻറ്റൻസുകളൊക്കെ ഒന്ന് മേക്ക്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്തിലേക്ക് ഇറക്കാം?
പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ശ്രുതി പറഞ്ഞുതരാം. ഞാനടക്കമുള്ള, എനിക്കിത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റും. ഞാനടക്കം ഒരു 4-5 കൊല്ലം മുമ്പ് ഈ കമൻറ്റ് എന്നതിന് കമൻറ്റിൽ നിന്ന് ഞാൻ പറയുന്നത്, ഞാൻ കോമൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ കണ്ടൻ്റാണ്, അത് എനിക്ക് കോണ്ടൻ്റ് ആയത് ഈ പദത്താണ്. ബിക്കോസ് എപ്പോഴാണ് ടെക്നോളജി കുറേ കൂടി ഡെവലപ്ഡ് ആയത്, അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ നോളജ് കിട്ടിയത്. നമ്മളെപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് അല്ലേ? നമ്മളൊരു ഡിക്ഷണറി നോക്കി ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ മാത്രം അറിയുന്നു, അതിൻ്റെ ഫൊണിറ്റിക്സിനെ പറ്റി ഒരു ചിന്തയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടുക അല്ലേ? അപ്പം നമ്മൾ ലേണർ ആവുക. എല്ലാ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വരും? നമുക്ക് മാറ്റങ്ങൾ വരും അല്ലേ? ഇപ്പോൾ ഡാറ്റ എന്നതിൻ്റെ പ്ലൂറൽ ആളുകൾ എന്താ പറയുന്നത്? ഡാറ്റാസ്. പക്ഷേ ഡാറ്റ എന്നത് എന്താണ്? പ്ലൂറലാണ്. ഡാറ്റ എന്നത് സിംഗുലർ അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് ചോദിക്കും. ക്രൈറ്റീരിയാസ് അല്ല, ക്രൈറ്റീരിയ ആണെന്ത്? പ്ലൂറൽ. ക്രൈറ്റീരിയ ആണെന്ത്? അതിൻ്റെ സിംഗുലർ അല്ലേ? അതുപോലെ സോഷ്യൽ മീഡിയാസ് അല്ല, സോഷ്യൽ മീഡിയയാണ്. അതിൻ്റെ സിംഗുലർ ഫോം എന്താണ്? മീഡിയം അല്ലേ? സോഷ്യൽ മീഡിയം സിംഗുലർ ഫോം, മീഡിയ എന്താണ്? പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ്, ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻസിനൊക്കെ. അപ്പോൾ പുതുതായിട്ട് ടെക്നോളജിക്ക് വന്നപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫീഡ്ബാക്സ്. അപ്പോൾ അത് അങ്ങനെയല്ല പറയുക, ഇങ്ങനെയാണ് നമ്മൾ തിരുത്തുക. ബിക്കോസ് ഇത് നമ്മുടെ മാതൃഭാഷയൊന്നുമല്ല. നമ്മൾ നടക്കുന്തോറും നമുക്ക് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? പുതിയ കാര്യങ്ങൾ കിട്ടാനുണ്ട്, നമ്മൾ ലേൺ ചെയ്യാം. അപ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രൊനൗൺസിയേഷനാണ് തരുമ്പോൾ അതല്ല നമ്മൾ മാറ്റിയത് അത് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് മാത്രം പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ പറയാം. അതിലിങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ടാണ് ബാക്കിയൊക്കെ. ഐ ലൈക്ക് ദാറ്റ് ഫീലിംഗ് ആൻഡ് ദ കോണ്ടന്റ് ഓഫ് ദ ഫിലിം എന്നൊക്കെ പറയും. ബിക്കോസ് ആ വേർഡ് കണ്ടന്റ് അല്ല, അത് കോണ്ടന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം മറ്റേതൊന്നും എന്ത് ചെയ്യുക? ഫോക്കസ് ഇല്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ മുളച്ചിങ്ങനെ കാണാൻ പറ്റും. ആദ്യം നിങ്ങൾ ഒന്ന് ഏതൊരു ഭാഷയും പഠിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് പുതുക്കെ കേൾക്കണമെങ്കിൽ ആദ്യം പതുക്കൊന്ന് എന്ത് ചെയ്യുക? ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ആ ഡെവലപ്മെൻറ്റ്സിലേക്ക് ഇങ്ങനെ വന്ന് കുറച്ച് ലാംഗ്വേജ് സംസാരിക്കാനൊക്കെ പഠിച്ച് പതിയെ ചെറിയ വേർഡുകളൊക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് എന്തിൽ ഇടന്നാൽ മതി? പ്രൊനൗൺസിയേഷനിലേക്ക്. അതൊക്കെ ഒരു സാർ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ്വദിച്ച് സംസാരിക്കണം ഇംഗ്ലീഷ്. റൈറ്റ്? ബി റൊമാൻറ്റിക് വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്. എന്താണ് നമ്മൾ പറയുന്നതിനൊരു ഇമോഷൻ അപ്ലൈ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരം കുറേ കൂടി സ്റ്റൈലിഷ് ആവും, കുറേ കൂടി റിസീവബിൾ ആവും, ആളുകൾ കേൾക്കാൻ കുറേ കൂടി ഇതുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആസ്വദിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. ലവ് യുവർ ടോക്ക്. വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ബി ഇമോഷണൽ. ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. നമുക്ക് മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ പറ്റും. ചില ആളുകൾ പറയാം ആളുടെ സംസാരം കേട്ടിരിക്കാൻ എന്തൊരു രസം എന്നൊക്കെ പറയുക. അങ്ങനെ തലച്ചോറ് ഉപയോഗിച്ചെന്നല്ല പറയുന്നുണ്ട്, ഹൃദയം ഉപയോഗിച്ച് സംസാരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലാംഗ്വേജിന് ഒരു ബ്യൂട്ടി ചെയ്യാനുണ്ട്, ഗസ്റ്റ് വരാനുണ്ട്. റൈറ്റ്? സോ I must tell you, pronunciation and accent are very important. Of course, I told you, accent ഒക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ആരുമായിട്ടൊക്കെയാണ് സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ്, everything is important for that. So I guess first, be able to speak English and develop it. And next one is to take your language to next level, to be advanced. So